നമസ്കാരം. ന്യൂസ് ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 7,945 രൂപയും പവന് 63,560 രൂപയുമാണ് ശനിയാഴ്ചത്തെ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 70,000 രൂപയോളം നൽകേണ്ടി വരും. ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകളടക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് 26 കോടിയുടെ പദ്ധതി സമർപ്പിച്ചതായി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പക്ഷിപ്പനി നഷ്ടപരിഹാരത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിശാസ്ത്രജ്ഞനും കൃഷിവകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന ആർ ഹേലിയുടെ സ്മരണാർത്ഥം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രഖ്യാപിച്ചു. മണ്ണിലും വെള്ളത്തിലും പൊന്നുവിളയിച്ച ജോസഫ് കോറയ്ക്കാണ് പുരസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 7,945 രൂപയും പവന് 63,560 രൂപയുമാണ് ശനിയാഴ്ചത്തെ സ്വർണത്തിന്റെ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 70,000 രൂപയോളം നൽകേണ്ടി വരും. ന്യൂസ് ചാനൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായിട്ടാണ് ഉപഭോക്താക്കൾ കണക്കാക്കുന്നത്. നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വെക്കാനും ഉപഭോക്താക്കൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. 7,705 രൂപയായിരുന്നു ഫെബ്രുവരി ആദ്യവാരത്തിലെ 1 ഗ്രാം സ്വർണത്തിന്റെ വില. നിലവിലെ സ്വർണ്ണവിലയായ 63,560 രൂപയിൽ കുറഞ്ഞ പണിക്കൂലിയായ സ്വർണ്ണവിലയുടെ 5%, 3% GSTയും HUID ചാർജും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് ഏകദേശം 70,000 രൂപയോളമാണ് നൽകേണ്ടി വരിക. അതേസമയം സ്വർണ്ണവിലയുടെ കുത്തനെയുള്ള കയറ്റം വിവാഹ പാർട്ടികളെ ആശങ്കയിലാക്കുന്നതോടൊപ്പം സ്വർണ്ണ വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും സാരമായിട്ടാണ് ബാധിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ചാനൽ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകളടക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗുരുപുഷ്പാഞ്ജലി എന്നിവ നടത്തി. ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. പൂജാകർമ്മങ്ങളെ തുടർന്ന് ആലുവ അദ്വൈതാശ്രമം ധർമ്മചൈതന്യ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രഭാഷണത്തെ തുടർന്ന് അന്നദാനവും ആലപ്പുഴ ശ്രീനാരായണ ധർമ്മ പ്രചാരക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജനാമൃതം ചടങ്ങും നടത്തി. വൈകിട്ട് 6-ന് ഒറ്റത്താലം, വരവ്, 6:30-ന് ദീപാരാധന, ദീപക്കാഴ്ച, സമൂഹ പ്രാർത്ഥന എന്നിവയും 8 മണിയോടെ വടകര വരദ അവതരിപ്പിച്ച നാടകം അമ്മ മയക്കാറും വേദിയിൽ അരങ്ങേറി. ശ്രീനാരായണ ആദർശ സമിതി ചെയർമാൻ ബി ബാലചന്ദ്രൻ, ജനറൽ കൺവീനർ വി ബൈജുരാജൻ, ജോയിന്റ് കൺവീനർ സുജിത് ഹരിദാസ്, ട്രഷറർ എസ് ശശികുമാർ എന്നിവർ തിരുവുത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റ് പ്രതിഷ്ഠകൾ ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുന്ന ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് വാടക്കൽ ശ്രീനാരായണ ആദർശ സമിതി ഗുരുക്ഷേത്രമെന്നും തിരുവുത്സവ കാലത്ത് പ്രദേശത്തെ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് വിവിധ ചടങ്ങുകൾക്കായി എത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠ ചടങ്ങുകൾ, കലശപൂജ, കലശ അഭിഷേക വഴിപാട് ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമ്മുടെ ഈ വാടക്കൽ പ്രദേശത്തെ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ വളരെ പ്രതീക്ഷയോടെയും എല്ലാവരും ഒരു ആശ്വാസ കേന്ദ്രമായി കാണുന്ന ഈ മഹാക്ഷേത്രമായ ഒരു ഗുരുക്ഷേത്രം, അത് മറ്റ് പ്രതിഷ്ഠകളൊന്നും ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം പ്രതിഷ്ഠിച്ച്
നിത്യപൂജ നടത്തുന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വാടയ്ക്കൽ ശ്രീനാരായണ ആദ്രസമിതി ഗുരുക്ഷേത്രം. അല്ലെ ഇപ്പം കലശപൂജ, കലശാഭിഷേക വഴിപാടുകൾ നമ്മുടെ തന്ത്രി ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പി ചിത്തരഞ്ജൻ MLA മുഖ്യ പ്രഭാഷണം നടത്തും. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M രാധാകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ അംഗം TB ബിന്ദു, ചീഫ് എഞ്ചിനീയർമാരായ സൂരജ് നായർ, VK പ്രദീപ്, TV നാരായണൻ നമ്പൂതിരി, സജീവ് രത്നാകരൻ, സൈജു പുരുഷോത്തമൻ, M ലക്ഷ്മി തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സിൻ്റെ 7ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നമ്മുടെ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ട്സിൽ വെച്ച് നടക്കുകയാണ്. 7-ാം തീയതി രാവിലെ 11-ാം തീയതി രാവിലെ 11 മണിയോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിക്കുന്നു. നമ്മുടെ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആലപ്പുഴയുടെ ആരാധ്യനായ MLA ശ്രീ P ചിത്തരഞ്ജൻ, ബഹുമാനിയായ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ശ്രീമതി KK ജയമ്മ 3 പേരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു 200-നടുത്ത് അംഗങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വ്യാപകമായിട്ട് ഉള്ള സ്വാഗത സംഘം ചെയർമാൻ V ചന്ദ്രശേഖരൻ, M ദേവരാജ്, B ഷാജി, TN ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് 26 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതായി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി പറഞ്ഞു. പക്ഷിപ്പനി നഷ്ടപരിഹാരത്തിന്റെ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പാലോട് പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് 26 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതായി മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി പറഞ്ഞു. കോഴി, താറാവ്, കാട കർഷകർക്കുള്ള പക്ഷിപ്പനി നഷ്ടപരിഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ കോഴികളും താറാവുകളും അത്യാവശ്യം ചത്തു ഒടുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അത് നമ്മൾ അന്വേഷിക്കുവാൻ വേണ്ടി എത്തുകയും വളരെ പെട്ടെന്ന് നടപടിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇത് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് കയ്യിൽ എല്ലാവിധ സൗകര്യവും സംവിധാനങ്ങളുണ്ട്. നമുക്ക് പാലോട് ലാബ് ഉൾപ്പെടെയുണ്ട്. അവിടെയും നമുക്ക് സ്ഥിരീകരിക്കാം. നമ്മൾ ആദ്യ ടെസ്റ്റ് അവിടെ തന്നെ നടത്തുന്നത്. സ്ഥിരീകരിച്ച് നമുക്കറിയാവുമ്പോഴേ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും കൂടെ കിട്ടുന്നത് കൊണ്ട് അത് കേരളത്തിന് പുറത്ത് പോയി തന്നെയാണ്. പൂനെയിലെ ഭോപ്പാലിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റിലാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തുവിടുന്നത്, ഇതിൻ്റെ ശ്രമവും മറ്റുള്ളത്. അപ്പോൾ അത് ഫ്ലൈറ്റിൽ കൊടുത്തുവിടുന്ന ചിലവുണ്ട്, തിരിച്ച് നമ്മളത് കൊണ്ടെത്തിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. ഇതാണ് എന്നറിയുമ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമേ ഈ കോഴികളെയും താറാവുകളെയും. പലവിധ പ്രതിസന്ധികൾ നേരിട്ട സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്കും എല്ലാവിധ സഹായവും പിന്തുണയും നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. 2024 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും തുടർന്ന് ധാരാളം പക്ഷികൾ ചാവുകയും രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി പക്ഷികളെ ദയാവധം നടത്തുകയും ചെയ്തിരുന്നു. ഇതുമൂലം ജീവനോപാധികൾ നഷ്ടപ്പെട്ട കർഷകർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ആലപ്പുഴ ചുങ്കം കയർ മെഷീനറി നിർമ്മാണ കമ്പനി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഭാഗമായി നടന്ന ജന്തുക്ഷേമ വാരാചരണ സെമിനാറിൽ ഡോക്ടർ വൈശാഖ് മോഹൻ, ഡോക്ടർ S സൂരജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. P ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വിനുജി, മൃഗരോഗ നിയന്ത്രണ പദ്ധതി പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ഷീല സാലി, T ജോർജ്, കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK മനോജ് കുമാർ, പത്തനംതിട്ട ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനി സാറ കുര്യൻ,
ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ എസ് സന്തോഷ്, ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി സുജ, ആലപ്പുഴ മൃഗരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എസ് രമ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷി ശാസ്ത്രജ്ഞനും കൃഷിവകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന ആർ ഹേലിയുടെ സ്മരണാർത്ഥം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രഖ്യാപിച്ചു. മണ്ണിലും വെള്ളത്തിലും പൊന്നുവിളയിച്ച ജോസഫ് കോരയ്ക്കാണ് പുരസ്കാരം ലഭ്യമായത്. കൃഷി ശാസ്ത്രജ്ഞനും കൃഷിവകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന ആർ ഹേലിയുടെ സ്മരണാർത്ഥം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രഖ്യാപിച്ചു. മണ്ണിലും വെള്ളത്തിലും പൊന്നുവിളയിച്ച ജോസഫ് കോരയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒരു നെല്ലും ഒരു മീനും എന്ന ആശയം കുട്ടനാട്ടിൽ ആദ്യം അവതരിപ്പിച്ചത് 83-കാരനായ ജോസഫ് കോരയായിരുന്നു. തലമുറയായി കൈമാറി കിട്ടിയ കാർഷിക പാരമ്പര്യത്തെ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന മനുഷ്യനാണ് ജോസഫ് കോരയെന്ന് വിധികർത്താക്കളും സാക്ഷ്യപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിലായിരുന്നു വിധി പ്രഖ്യാപന ചടങ്ങ് സംഘടിപ്പിച്ചത്. സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മളൊരു ആർ ഹേലി കർഷക ശ്രേഷ്ഠ പുരസ്കാരം നടപ്പിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുൻവർഷങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ചില 2-3 വർഷമായിട്ട് കൊടുക്കാൻ സാധിച്ചില്ല. ഈ വർഷം വീണ്ടും നമ്മൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുകയും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ടീമിനെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ അവാർഡ് നിർണ്ണയ കമ്മിറ്റി ഞങ്ങളുടെ ഡോക്ടർ കെ ജി പത്മകുമാർ സാറ്, ശ്രീ പി എസ് വിശ്വന്, ശ്രീ പി എസ് ഹരിദാസ്, ശ്രീ പി ശ്യാംകുമാർ കമ്മിറ്റിയെ ഫോം ചെയ്യും. ഈ കമ്മിറ്റി നമ്മൾ വിവിധ കർഷകരെ കണ്ടെത്തുകയും അവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സിലാണ് ഈ ഒരു അവാർഡ് നിർണ്ണയിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏകദേശം 16ഓളം കർഷകരെ നേരിട്ട് അവരുടെ സ്ഥലങ്ങളിൽ പോവുകയും കൃഷിയിടങ്ങളിൽ പോവുകയും അവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ അവരുടെ ഇതൊക്കെ പരിശോധിച്ച് കൃഷിയിടങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു അവാർഡ് നിർണ്ണയിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 7,945 രൂപയും പവന് 63,560 രൂപയുമാണ് ശനിയാഴ്ചത്തെ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 70,000 രൂപയോളം നൽകേണ്ടി വരും. ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകളടക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് 26 കോടിയുടെ പദ്ധതി സമർപ്പിച്ചതായി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പക്ഷിപ്പനി നഷ്ടപരിഹാരത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷി ശാസ്ത്രജ്ഞനും കൃഷിവകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന ആർ ഹേലിയുടെ സ്മരണാർത്ഥം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രഖ്യാപിച്ചു. മണ്ണിലും വെള്ളത്തിലും പൊന്നുവിളയിച്ച ജോസഫ് കോരയ്ക്കാണ് പുരസ്കാരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.